ഞങ്ങൾക്ക് 3 ആൺകുട്ടികളാണ് അല്ലേ ദിശ? അങ്ങനെ തന്നെയല്ലേ? അപ്പോൾ ഈ 3 ആൺകുട്ടികളുടെയും പേരിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ നമ്മൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. നമ്മുടെ ഈ ചാനലിലല്ല, നമ്മൾ കോമഡി സ്കിറ്റൊക്കെ ഇടുന്ന ചാനലിൽ എന്തുകൊണ്ട് ഇങ്ങനത്തെ പേരുകൾ ഇടാൻ കാരണമല്ല, നല്ല പേരുകളാണല്ലോ അല്ലേ, സൂപ്പർ പേരുകളാണ്, വെറൈറ്റി പേരുകളാണെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ, കുറേ ആൾക്കാർ എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഞാനിത് ഈ പേരുകൾ ഒരു അച്ഛന് മകന് പേരിടാനുള്ള ആ ഒരു അധികാരം പൂർണ്ണമായിട്ടും ഏറ്റെടുത്ത് ഒരാൾക്കും വിട്ടുകൊടുക്കാതെ അല്ലേ, ഇടുന്ന സമയത്ത് ആരോടും അഭിപ്രായങ്ങൾ പോലും ചോദിക്കാതെ അതിൻ്റെ പുറകെ അല്ലേ നടന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വേറൊന്നുമല്ല, എനിക്ക് എൻ്റെ പേര് സുമേഷ് എന്നാണ്. സുമേഷ് എന്ന് വെച്ചാൽ സുമേഷ് എന്ന് ഒരു ഗ്രൗണ്ടിൽ കുറച്ച് ആൾക്കാർ ഇട്ടിട്ട് സുമേഷ് എന്ന് വെച്ചാൽ ഒരു 10 ആൾ തിരിഞ്ഞു നോക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പേര് ഇഷ്ടമല്ല. പിന്നെ ശശി സോം എന്നൊക്കെ പറയുന്ന പോലെ അതൊന്നും മോശം പേരുന്നല്ല, അത് നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോരുത്തർ ട്രോളിലൊക്കെ ആക്കി എടുത്തതാണ്. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയോട് ഇടയ്ക്ക് പറയും എവിടെ നോക്കിയിട്ടാണ് പേരിട്ട്. അപ്പോൾ അമ്മ പറയടാ അന്ന് ഷ് വരുന്നതൊക്കെ ട്രെൻഡായിരുന്നു, സുമേഷ്, സബീഷ്, രഗീഷ്, വിനീഷ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള പേരുകളായിരുന്നു അന്ന് ട്രെൻഡ്. അതുകൊണ്ട് നിന്റെ പേര് സുമേഷിൻ്റെ അർത്ഥം പുഷ്പങ്ങളുടെ രാജകുമാരൻ എന്നാന്ന് പറയാം അമ്മ. അതാണ് അർത്ഥം ശരിക്കും. അപ്പം എന്നെ കാണുമ്പോൾ പുഷ്പത്തിൻ്റെ രാജകുമാരനെ പോലെ ഉണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെന്താവട്ടെ. അപ്പോൾ അന്ന് എനിക്ക് അധികം ആൾക്കാർക്കും എനിക്ക് തോന്നുന്നത് സ്വന്തം പേര് ഇഷ്ടമായിരിക്കില്ല അല്ലേ. കൂടുതൽ പേർക്കും ഞാൻ സംസാരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ചോദിക്കും പലർക്കും പറയാം എൻ്റെ പേര് എനിക്ക് ഇഷ്ടം, പക്ഷേ ഞാൻ നോക്കുമ്പോൾ അവരുടെ പേര് നല്ലതായിരിക്കും. എനിക്കും എൻ്റെ പേര് ഇപ്പോഴാണ് എനിക്കിഷ്ടം, പണ്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു പേരാണ് എൻ്റെത്. അതെ ഞങ്ങളുടെ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നത് ദിശ എന്നുള്ള പേര് വളരെ കുറവാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്, ഞങ്ങളുടെ പേരുകളിലൂടെ ഞങ്ങളുടെ മക്കളുടെ പേരുകളിലേക്ക് പോവുകയാണ്. മൂത്ത മകൻ്റെ പേര് ബിലാൽ പൃഥ്വി ജാൻ എന്നാണ്. ബിലാൽ പൃഥ്വി ജാൻ. അപ്പോൾ ബിലാൽ എന്നാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് വിളിക്കുക, ഒഫീഷ്യൽ നെയിം പൃഥ്വി ജാൻ എന്നാണ്. അപ്പോൾ കുറേ ആൾക്കാർ പറയും എന്തിനാ അപ്പോൾ ഇങ്ങനെ ബിലാൽ എന്ന് വിളിക്കുന്നത്, നിങ്ങൾ ഹിന്ദു മതവിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരല്ലേ, ബിലാൽ എന്ന് വിളിക്കുന്നത് കൂടുതലും മുസ്ലിംസ് പേരുകളാണ്, മുസ്ലിംസ് പേരിൽപ്പെട്ടതാണല്ലോ ബിലാൽ എന്നുള്ളത്. അപ്പോൾ 2-3 കാരണങ്ങളുണ്ട് അതിന്. ബിലാൽ എന്ന് വിളിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പേരാണ് ബിലാൽ. ഒന്ന്, ഞാൻ ദുബായിൽ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഖുറാൻ്റെ ഒക്കെ ചെറിയ ക്ലാസ്സിനൊക്കെ അവിടെ, ഖുറാൻ പരിഭാഷയുടെ ക്ലാസ്സിനൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അന്നേരം ഈ ബിലാലിനെ കുറിച്ച് ഫസ്റ്റ് പഠിക്കുമ്പോൾ തന്നെ ബിലാലിൻ്റെ പേര് പഠിച്ചു അല്ലേ. ഖുറാനിൽ ഇത് ബാങ്ക് വിളിക്കാനായിട്ട് നബി ആദ്യമായി ഏൽപ്പിച്ച ഒരു കറുത്ത വർഗ്ഗക്കാരനായിരുന്നു ബിലാൽ. അപ്പോൾ എനിക്കത് ഒരു അട്രാക്ഷൻ ആയിരുന്നു അന്ന്. അതിനുശേഷം നമ്മുടെ മമ്മൂട്ടിയുടെ ബിഗ് ബി വന്നിട്ടാണോ ബിലാൽ നെട്ടെന്ന് ചില ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, അതിലെ ബിലാലാണോ. എന്തുകൊണ്ടോ എനിക്ക് അതെല്ലാം കൂടി എന്നെ സ്വാധീനിച്ചിട്ടുണ്ടാവാം ഒരു പക്ഷേ. പിന്നെ ഞാനൊരു സിനിമാ ഭ്രാന്തൻ കൂടിയാണല്ലോ, അപ്പോൾ എല്ലാവരും പറയും അതുകൊണ്ടായിരിക്കും എന്നും പറയുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ആ പേര് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പേരായിരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് അവനെ വിളിച്ചത് ബിലാൽ എന്നാണ്, ബിലാൽ പൃഥ്വി ജാൻ. അപ്പോൾ 2-3 കാരണങ്ങളുണ്ട് പൃഥ്വി ജാൻ എന്നിട്ടാണ്. പൃഥ്വിരാജ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നടനാണ്. അപ്പോൾ പൃഥ്വിരാജ് എന്നിട്ടുള്ള അതൊരു മാതിരി മോഹൻലാലിന് പേരിട്ട പോലെ ആയിപ്പോൾ അല്ലേ, ഒരു അങ്ങനെ തന്നെ ഒരു ഇത് ചെയ്യുമ്പോൾ. അപ്പോൾ ദിശയുടെ അമ്മമ്മയുടെ പേര് ജാനു എന്നാണ്. ജാനകി, യെസ് ജാനകി. അപ്പോൾ ഞാൻ ദുബായിലുള്ള സമയത്ത് ഇവള് മെസ്സേജ് ചെയ്ത് ചോദിച്ചു ഇങ്ങനെ അമ്മമ്മയുടെ പേരുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും പേരിടാൻ പറ്റുമോ. കാരണം എന്ന് പറഞ്ഞാൽ അമ്മമ്മ മരിച്ച അതേ ഡേറ്റിനാണ് ബിലാൽ ജനിച്ചത്. അതെ, അമ്മമ്മയായിട്ട് വളരെ ഭയങ്കര അറ്റാച്ച്മെന്റ് ഏറ്റവും കൂടുതൽ അമ്മമ്മയായിട്ടായിരുന്നു എനിക്ക് എനിക്ക് തോന്നുന്നത്. അമ്മമ്മയുടെ മരണശേഷമാണ് അമ്മയായിട്ട് പോലും കൂടുതൽ അടുപ്പമുണ്ടായത്. അപ്പോൾ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു അമ്മമ്മയായിട്ട് എനിക്ക് ഭയങ്കര അടുപ്പായിരുന്നു. അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ എന്നെ പോലെ തന്നെ അങ്ങനെ പേരിൽ അധികാരം എനിക്ക് ദിശക്കും ഉണ്ടല്ലോ. അത് അമ്മമ്മ മരിച്ചപ്പോൾ എനിക്ക് ഒറ്റപ്പെട്ടതുപോലെ ഒരു ഫീലിംഗ് ഉണ്ടായി. പിന്നെ അപ്പോൾ ഞാൻ ഇനിയും അമ്മമ്മയെ കാണണം എന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട് മനസ്സിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കോ എനിക്കറിയില്ല, ആ അമ്മമ്മ മരിച്ച ആ ദിവസം തന്നെയാണ് ബിലാൽ ജനിച്ചത്. എനിക്കതൊരു എൻ്റെ മനസ്സിൽ അതൊരു പുനർജന്മമായിട്ട് ഞങ്ങൾ പറയാറുണ്ട് അമ്മമ്മയുടെ പുനർജന്മമാണ് ബിലാൽ എന്ന്. പക്ഷെ അതെനിക്ക് ഒരുപക്ഷെ വേറെ തരത്തിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലങ്ങനെ ചിന്തിക്കുമ്പം ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയി വരാനുള്ള സാധ്യതകളും ഏകദേശം സമയം എടുത്താണെങ്കിൽ അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഏത് തരത്തിലൂടെ വിശ്വസിക്കാം. ദിശ അങ്ങനെ വിചാരിക്കുന്നു. പക്ഷേ ഞങ്ങളും ചെറിയൊരു ഫേസ് കട്ടൊക്കെ നോക്കുമ്പോൾ അമ്മമ്മയുടെ ഫേസ് കട്ടും ബിലാലിനുണ്ടാവാറുണ്ട്, അത് സത്യമാണ്. അങ്ങനെ ജാനകിയായി ബന്ധപ്പെട്ടൊരു പേര് എങ്ങനെ ആലോചിച്ചുകൊണ്ട് അപ്പോൾ ബിലാൽ പൃഥ്വി ജാൻ, ജാനകിയിലെ ജാൻ എടുത്തു. അങ്ങനെ ബിലാൽ പൃഥ്വി ജാൻ എന്നാണ് അവന് പേരിട്ടത്. കുറേ ആൾക്കാർക്ക് വളരെ, ഞാൻ പലയിടത്ത് സെർച്ച് ചെയ്തിട്ട് വേറെ അങ്ങനെ ഒരു പേരില്ല. പക്ഷേ വളരെ ഞങ്ങളൊരു ക്രിയേറ്റീവായി ചിന്തിച്ചുണ്ടാക്കിയ പേരാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്നൊക്കെ എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും നോക്കിയില്ല. എനിക്കൊരു വീക്ഷണം ഉണ്ടായിരുന്നു, ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു, പേരുകളിൽ നോ കോംപ്രമൈസ്, എൻ്റെ ഇഷ്ടങ്ങൾ തന്നെ ആയിരിക്കണം എന്നുള്ളത്. ദിശേനെ കൂടെ കൺവിൻസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുള്ളത് കൊണ്ട് ദിശേനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മൂത്ത മകന് ബിലാൽ പൃഥ്വി ജാൻ എന്ന പേര് വന്നത്. അതിൽ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർക്ക് എനിക്കൊന്നും ദിശ നമുക്കൊന്നും അത്ര പിടിച്ചില്ല തോന്നില്ലേ. അപ്പം ഞാൻ പറഞ്ഞു ആരും ഒന്നും മിണ്ടേണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ട പേരാണ് പറഞ്ഞു. അങ്ങനെ നമുക്ക് 2ാമത്തെ മകനുണ്ടായി. 2ാമത്തെ മകൻ ദുബായിൽ നിന്നായിരുന്നു അല്ലേ. എനിക്ക് തോന്നുന്നത് ഞങ്ങൾക്ക് മുമ്പേ അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, ദുബായിലായതുകൊണ്ട് ആൺകുട്ടിയാണെന്ന് അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പേര് ഞാൻ ഇട്ട പേര് റാംചരൺ ബില്ല എന്നാണ്. ബില്ല എന്നാണ് വീട്ടിൽ നിന്ന് വിളിക്കാറ്. ഒഫീഷ്യൽ നെയിം റാംചരൺ. അത് ചിരഞ്ജീവിയുടെ മകൻ്റെ പേര് റാംചരൺ. ഞാനൊരു സിനിമാ ഭ്രാന്തനാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയില്ല. അപ്പോൾ ദിശേൻ്റെ കുറേ സുഹൃത്തുക്കളൊക്കെ എന്തെല്ലാം അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ ഫ്രണ്ട്സൊക്കെ വിളിക്കുമല്ലോ, അപ്പോൾ വിളിക്കുമ്പോൾ എന്താ മോൻ്റെ പേരെന്തായിട്ട്, അപ്പോൾ ഞാൻ പറയും പൃഥ്വി ജാൻ. അപ്പോൾ എന്താ വീട്ടിൽ നിന്ന് വിളിക്കുന്നത്, അപ്പോൾ ബിലാൽ.
കൃഷ്ണ കൃഷ്ണ എന്തൊക്കെയായി കേൾക്കുന്നത് എന്താ കൃഷ്ണ എന്താ ദിശ ഈ കേൾക്കണേ? അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ അവർക്ക് എൻ്റെ ക്യാരക്ടർ ശരിക്കും അറിയാമല്ലോ എൻ്റെ ഫ്രണ്ട്സിന്. അപ്പൊ ഞാൻ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള പേരുകൾ ഇടില്ല, എന്തെങ്കിലും സാധാരണ നീ പേരുകളൊക്കെ. വല്ല സുമേഷ് പോലത്തെ വല്ല പേര് വിട്ടേനല്ലേ? അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് അത്ഭുതമായിരുന്നു ആദ്യം. അപ്പൊ അങ്ങനെ രണ്ടാമത്തെ പേര് നമ്മൾ റാംചരൺ ബില്ലാന്ന് ഇട്ടു, ബില്ലാന്ന് വീട്ടിൽ വിളിക്കും. അങ്ങനെ അതും ഈ പറഞ്ഞതുപോലെ ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹീറോയിസുള്ള പേരുകളാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് മൂന്നാമത്തെ പേരുകൾ വന്നപ്പോൾ, മൂന്നാമത്തെ ആൾ വന്നപ്പോൾ, മൂന്നാമത്തെ നമ്മൾ ഇവിടുന്ന് എന്താ പ്രസവിച്ചാണ്, മീൻസ് നമുക്ക് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ അറിയുന്നില്ല. കാരണം പെൺകുട്ടി വേണമെന്നുള്ള ആഗ്രഹത്തിലാന്ന് തോന്നുന്നില്ല നമ്മൾ മൂന്നാമത്തെ. അപ്പോൾ നോക്കുമ്പോൾ ദോണ്ട് വരുന്നത് തേജ കാസിനോവ എന്നാണ്. ഇതെല്ലാം ആൾക്കാർ കേൾക്കും സത്യം പറഞ്ഞാൽ ചിരിയും വരും. എല്ലാവരും ഇനി കുട്ടികളോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കുട്ടികളൊക്കെ വലുതായി കഴിഞ്ഞാൽ നിന്നോട് പകരം ചോദിക്കുന്നൊക്കെ എന്നോട് പല ആൾക്കാരും പറയാം. കുറേ പേരങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, എൻ്റെ അമ്മയും അനിയനൊക്കെ ആദ്യം പൃഥ്വിജാൻ എന്ന് പേരിട്ടപ്പോൾ അവർ പറഞ്ഞു ഇതെന്താ ഒരു അത്രക്ക് പോരാ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് പിന്നെ റാംചരൺ എന്ന് പേരിട്ട സമയത്ത് പറയാം പൃഥ്വിജാൻ എന്ത് നല്ല പേരായിരുന്നു, ഇതെന്താ റാംചരൺ ഒന്നിനും കൊള്ളൂലെന്ന്. അപ്പം ഞാൻ ഞെട്ടു, അന്ന് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ മുമ്പേ പറഞ്ഞുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ റാംചരൺ പണ്ടത്തെ ആൾക്കാർക്കുള്ള പേരാ, അത് വേണ്ട മാറ്റിക്കളാന്നൊക്കെ പറയും. എന്നിട്ട് ഞങ്ങളതൊന്നും കേട്ടില്ല, പിന്നെ റാംചരൺ തന്നെ ഇട്ട്. അപ്പം മൂന്നാമത്തത് തേജ കാസിനോവ എന്ന് പറഞ്ഞപ്പോൾ പറയാം പൃഥ്വിജാൻ റാംചരണൊക്കെ എന്ത് നല്ല പേര്, ഇതെന്താ ഒരു കോപ്പറാറ്റി പേര് എന്നൊക്കെ പറഞ്ഞേ. അപ്പം അങ്ങനെയായിരുന്നു. അല്ല സത്യത്തിൽ എല്ലാം കോപ്പറായ പേരുകളായിരിക്കാം, പക്ഷേ എനിക്ക് നമുക്ക് പേഴ്സണലി ഓരോ ഇഷ്ടങ്ങളുണ്ടാവില്ല നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇഷ്ടപ്പെടുന്ന പേരുകൾ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആരോട് അഭിപ്രായങ്ങളൊന്നും ചോദിക്കാൻ ഞാൻ ഇത് തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഏട്ടമുപ്പുറം മകനും ഒരു മകനാണ് മൂത്തത്. അവനും ഞാൻ കണ്ടുവച്ചൊരു പേരായിരുന്നു റാണ നിരഞ്ജൻ എന്നുള്ള പേര്. മീൻസ് ഞാൻ എൻ്റെ ഏട്ടനോട് ഡിസ്കസ് ചെയ്തപ്പോൾ അവനത് ഇഷ്ടപ്പെട്ടപ്പോഴാണ് അങ്ങനെ ആ പേര് അതിട്ടത്, റാണ നിരഞ്ജൻ. റാണ എന്നുള്ളതൊക്കെ എൻ്റെ മക്കൾക്ക് ഇടാൻ വെച്ച പേരായിരുന്നു. പക്ഷെ എന്തായാലും നമ്മളെ കുടുംബത്തിൽ വരുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞതുപോലെ എല്ലാം വേണം, ആ ഒരു കാറ്റഗറിയുള്ള പേരുകളായിരിക്കണം എന്ന് നമ്മൾ വിചാരിച്ച്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഏട്ടൻ്റെ രണ്ടാമത്തെ മകളുണ്ടായി. അപ്പം ഞാൻ ചോദിക്കേണ്ടും പറയേണ്ടത് വന്നില്ല. ഏട്ടൻ പറഞ്ഞു എന്നോട് അഭിപ്രായം ചോദിച്ചില്ല, റാണി ലക്ഷ്മി ഭായ്. ഞാൻ പറഞ്ഞു നിൻ്റെ ഇഷ്ടം, എന്നോട് ഓപ്ഷനൊന്നും ചോദിച്ചില്ല. അവൻ തന്നെ ഇട്ടൊരു പേരാണ് റാണി ലക്ഷ്മി ഭായ്. അങ്ങനെ റാണിയും പിന്നെ എൻ്റെ മൂന്നാൾക്കാരുടെ പേര് നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ടോട്ടൽ 5 ആൾക്കാരാണ് നമ്മളിപ്പോൾ ഫാമിലിയിലുള്ള കുട്ടികൾ. അപ്പോൾ അവരുടെയൊക്കെ പേരുകളാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യാൻ കാരണം മറ്റൊന്നല്ല, പല ആളുകളും പേരിട്ട് പോകും ഒരുപാട് അഭിപ്രായങ്ങൾ ചോദിച്ചിട്ട്. ചിലപ്പം പേരൻസിന് ഇഷ്ടമുള്ള പേരുകളായിരിക്കില്ല അവസാനം ചിലരൊക്കെ നറുക്കെടുത്തിട്ടൊക്കെ എപ്പോഴും നമ്മൾ പേരിടുമ്പോൾ നമുക്ക് ഒന്നുകിൽ ആദ്യമേ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. അല്ലാത്തവർ പേരൻസിനെങ്കിലും അറ്റ്ലീസ്റ്റ് ഇഷ്ടം ഉണ്ടായിരിക്കണം. വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഒക്കെ അവർ നിർബന്ധിച്ചിട്ടിടുന്നതല്ല പേര്. നമുക്ക് ഒരു ഇഷ്ടമാണ്, നമ്മളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ മക്കളെ വിളിക്കേണ്ടത് അല്ലേ, മറ്റുള്ളവരല്ല. അപ്പോൾ നമ്മളാണ് വിളിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ അത് നമ്മൾ കൂടുതൽ ഭാര്യയും ഭർത്താവാണ് അവർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇവരോട് കൂടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് ഒരിക്കലും തെറ്റില്ല. പക്ഷേ ഫൈനൽ ഡിസിഷൻ നമ്മളതായിരിക്കണം, അത് ഇടണോ ഇടണ്ടയോ എന്നുള്ളത്. അതിട്ട് ജീവിതം ഹാപ്പിയാവും. അവരുടെ ഭാവി തന്നെ ആ പേരിലായിരിക്കും അല്ലേ. വലുതാകുമ്പോൾ എന്താ പറയുന്ന അറിയില്ല. അല്ല അത് ഞാൻ പണ്ട് ഇവർക്കെല്ലാം പേരിടുമ്പം ദിശേൻ്റെ അനിയും പറയും സുമേഷേട്ടാ ഒന്ന് ട്രെൻഡി ആയിട്ടുള്ള പേരിട്ടൂടെ എന്ന്. ഞാൻ ഒരിക്കലും ട്രെൻഡിൻ്റെ പുറകെ പോകാത്ത ഒരാളാണ്. ഒരിക്കലും ട്രെൻഡിൻ്റെ പുറകെ ഡ്രസ്സിലൊക്കെ പോയാൽ തന്നെ അത് എപ്പോഴും നിൽക്കും എന്നൊരു കൺസെപ്റ്റ് എനിക്ക് ഉണ്ടാവും ആ മോഡൽ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ പിന്നെ നീ ഒരു ട്രെൻഡായിട്ടുള്ള പേര് ട്രെൻഡി ആയിട്ടുള്ള പേര് പറയാമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഒന്നുമില്ല. ഈ റാംചരണനും ഈ പൃഥ്വിജാനൊക്കെ പഴയ പേരുകളാണല്ലോ ആക്ച്വലി. ഇപ്പോൾ തേജ കാസിനോവ ഈ കാസിനോവെല്ലാം വന്നുകൊണ്ട് ചില ആൾക്കാർക്ക് ഇതൊരു പുതുമയാണോ എന്ന് തോന്നുന്നു. അതൊന്നല്ല, എനിക്ക് അങ്ങനെ ഒരു സംഭവം ചെയ്യണം തോന്നി ഞാൻ ചെയ്തു. അപ്പോൾ പേരുകൾ ഇതൊക്കെ എനിക്ക് ചോദിക്കാനുള്ള ഒറ്റൊരു ചോദ്യം അതിശയ, ഞാൻ ഇങ്ങനത്തെ കോപ്പറായ പേരുകളെല്ലാം പറയുമ്പോൾ നീ ഒന്നും മിണ്ടാതെ തലയാട്ടി സമ്മതിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് നീ ഒന്നും മിണ്ടാതെ സമ്മതിച്ചതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നീ എല്ലാം പെട്ടെന്ന് എനിക്ക് കൺവിൻസ് ആയിട്ടുണ്ട്. അല്ല എനിക്ക് പേര് ഇഷ്ടപ്പെടാണ്ട് ഞാൻ വെറുതെ ഒക്കെ പറഞ്ഞതല്ല, ഇഷ്ടപ്പെട്ടു. പക്ഷെ ചില സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ചെറിയൊരു കളിയാക്കൽ കിട്ടാറുണ്ട്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുമ്പോൾ പേര് വിളിക്കുമല്ലോ കുട്ടികളുടെ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും എന്നെ നോക്കും ഇവർ വേറെ ഏതോ നാട്ടുകാരാന്ന് തോന്നുന്നു, മലയാളികളെല്ലാം. പ്രത്യേകിച്ച് തേജ കാസിനോവ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒരു കളിയാക്കൽ ചിരിയോടെ എന്നെ നോക്കുന്നത് കാണാം. അതും എല്ലായിടത്തും ഞാൻ തന്നെയായിരിക്കും പോകേണ്ടി വരികയും ചെയ്യാം. ഞാൻ മുങ്ങിക്കളി ചില സ്ഥലത്ത് ഈ അമ്പലത്തിനെല്ലാം പുഷ്പാഞ്ജലി തേജ കാസനോവ എന്ന് വായിക്കും. ഞാൻ വലിഞ്ഞാട് റാംചരൺ ബില്ല അല്ലെങ്കിൽ പൃഥ്വിജാൻ എന്നൊക്കെ വിളിക്കുമ്പോൾ അല്ല ഒന്നുമില്ല ഞാൻ പറയാം. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും ദിശയാണ് കൂടുതലും പെടുന്നത്. പിന്നെ അതങ്ങനെ തന്നെ ഇപ്പം കേൾക്കുന്നവർക്കാണെങ്കിൽ എനിക്ക് നമ്മളെ ഫേസ്ബുക്ക് ചാനലിൽ നമ്മളെ പേജിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ പേരുകൾ അപ്രിഷിയേറ്റ് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട്. നല്ല പേരുകളാണ്, എത്ര വെറൈറ്റി പേരുകൾ എങ്ങനെ കിട്ടിയെന്നൊക്കെ. പക്ഷെ കുറേ ആൾക്കാർ ഇത് എന്ത് കോപ്രായ പേരുകൾ എങ്ങനെയാണോ കുട്ടികളോട് ചെയ്യേണ്ടതെന്നൊക്കെ ചിലരെന്നോട് സീരിയസ് ആയിട്ട് പറയും കുട്ടികൾ വലുതാകുമ്പോൾ നിങ്ങളെ അത് കുറ്റപ്പെടുത്തും ഇങ്ങനെയൊക്കെ പേരിട്ടത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ സീരിയസ് ആയിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഇവിടെ വിറ്റതല്ല, ഇതൊക്കെ പേര് ഇടുന്ന ചടങ്ങിൽ ഞാനിവിടെ അധികം ഉണ്ടാവാറില്ല. ഞാൻ ദുബായ് തന്നെയായിരുന്നല്ലോ. അപ്പോൾ പേരിടുന്ന ചടങ്ങിൽ അമ്മയാണല്ലോ, എൻ്റെ അമ്മ
അമ്മയാണല്ലോ ഇവരെ വീട്ടിൽ പോയിട്ട് ചവിട്ടിൽ ഈ പേര് വിളിക്കേണ്ടത്. അപ്പോൾ ഈ പേര് വിളിക്കുമ്പോൾ എല്ലാവരും ഉറ്റു നോക്കും. അമ്മ പൃഥ്വിജാൻ 3 പ്രാവശ്യം ചവിട്ടിൽ വിളിക്കണമല്ലോ. അത് കഴിഞ്ഞിട്ട് റാംചരൺ ബില്ല, അതുപോലെ തന്നെ തേജാകാസ്. അപ്പം അമ്മ എനിക്കെന്താ പേരിട്ടതിന്, ഞാനല്ലേ അവിടെ പോയിട്ട് പേര് വിളിക്കേണ്ടതെന്ന്. പക്ഷെ അമ്മയും പറഞ്ഞതുപോലെ കൂടുതൽ അഭിപ്രായങ്ങൾ പറയില്ല, ഇവരെ ഇഷ്ടമല്ല ഇവരുടെ ഇഷ്ടം എന്നുള്ള രീതിയിൽ. എന്നാലും സുമേഷേ അതൊക്കെ വേണമെന്നുള്ള ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പേരിൻ്റെ കഥകൾ അല്ലേ ദിശ? അപ്പോൾ നമുക്ക് വീണ്ടും കാണും പറയും വണക്കം. ദിശ ഒരു ടാറ്റ പറ.